ഇടതുഭരണത്തിനെതിരെ സംസ്ഥാനമൊട്ടാകെ ഉണ്ടായ ജനവികാരം തൃക്കരിപ്പൂരിലും പ്രതിഫലിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ. മണ്ഡലത്തിലെ 6 പതിറ്റാണ്ടായുള്ള ചരിത്രം ഇത്തവണ മാറുമെന്നും സന്ദീപ് വാര്യർ 24-നോട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി മാറിയ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ എന്ന UDF സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശത്തോടു കൂടിയാണ് മത്സരം ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. താങ്കൾ കാസർഗോഡ് എത്തി തൃക്കരിപ്പൂരിൽ വലിയൊരു ആവേശ സ്വീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ കാടിളക്കിയുള്ള ഒരു പ്രചരണം നടത്തി. ഈ ഒരു സമയം ലാസ്റ്റ് മൊമെന്റാണ്, എന്താണ് ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? UDF വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാർജിനിൽ തൃക്കരിപ്പൂരിൽ വിജയിക്കാൻ പോവുകയാണ്. വളരെ കോൺഫിഡൻ്റ് ആണ്. ഞങ്ങളുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം ഞങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണുള്ളത്. അതിൻ്റെ വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കിഴക്കൻ മലയോരം കൂടുതലായി ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. തീരദേശ പഞ്ചായത്തുകളുണ്ട്. ചില 4ഓളം പഞ്ചായത്തുകൾ കൃത്യമായ മേൽക്കൈ UDF-നുണ്ട്. പക്ഷേ കയ്യൂർ, ചീമേനി, പിലിക്കോട് പോലുള്ള പഞ്ചായത്തുകൾ CPM-ൻ്റെ ഒരു മോസ്കോ എന്നറിയപ്പെടുന്ന പഞ്ചായത്തുകളാണ്. അവിടെയൊക്കെ ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടാവുമോ? അല്ല, നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കയ്യൂർ, ചീമേനിയും പിലിക്കോടും CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. മറുവശത്ത് തൃക്കരിപ്പൂരും പടന്നയും വലിയ പറമ്പും ഈസ്റ്റ് വെസ്റ്റ് എളേരികളും ഒക്കെ UDF-ൻ്റെ കേന്ദ്രങ്ങളുമാണ്. നീലേശ്വരവും അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളുമൊക്കെ ഏകദേശം തുല്യമായി പോകുന്ന സ്ഥലങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഏകാധിപത്യമുള്ള മണ്ഡലം എന്നൊന്നും അതൊക്കെ ഒരു നറേറ്റീവ് വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. ഈ പറയുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ൽ നിന്ന് വലിയ തോതിൽ നിഷേധ വോട്ടുകൾ ചോരും. അത് UDF-ന് അനുകൂലമായിട്ട് വരും. പിണറായി വിജയൻ അധികാരത്തിന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, നാട് നന്നാവണമെന്നും പാർട്ടി നന്നാവണമെന്നും ആഗ്രഹിക്കുന്ന നല്ല CPM-കാരുണ്ട്. അവരുടെ വോട്ടൊക്കെ ഇത്തവണ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തവണ എക്സിറ്റ് പോളുകൾ വന്നപ്പോഴും കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ UDF എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ന്യൂനപക്ഷ ഏകീകരണം കൃത്യമായി UDF-ന് അനുകൂലമായി വന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ പുറത്ത് പൊതുവിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽഡിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ നാളെ വോട്ടെണ്ണം ശ്രദ്ധിച്ചോളൂ. എല്ലാ മേഖലയിലെയും വോട്ടുകൾ UDF-ന് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ UDF-ന് അനുകൂലമായി വലിയ തോതിൽ വോട്ട് വീണിട്ടുണ്ടാവും. വലിയ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. തീർച്ചയായും അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലുള്ളത്. തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഇങ്ങോട്ട് മണ്ഡലത്തിൽ സജീവമായി തന്നെ അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ പൂർണ്ണമായും സജീവമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. തൃക്കരിപ്പൂരിൽ നിന്നും പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.